അങ്ങൊരു ഡോക്ടറല്ലേ, ഇങ്ങനെ പേടിച്ചാലോ? നത്തിങ് സീരിയസ്. ഡൽഹിയിൽ നിന്ന് ഡാഡിയെ ഫോൺ ചെയ്ത് വരുത്തിയാലോ എന്ന് ആലോചിക്കുക. എന്തായി പറയുന്നത്? ഡാഡി വന്നിട്ട് എന്തിനാ, നോക്കിയിരിക്കാനോ? നമ്മളൊക്കെ അല്ലേ മെഡിസിനെ പറ്റിയും രോഗത്തെ പറ്റിയും ഒക്കെ തീരുമാനിക്കേണ്ടത്. ചക്കി, ചക്കിക്ക് ലഡു വേണോ? നിങ്ങൾക്ക് വിളിച്ചിട്ട് വന്നൂടെ? ഇത് ആസ്പത്രിയാണ്. ആസ്പത്രിയാണെന്ന് വെച്ച് സുഖമില്ലാത്തവരെ കിടക്കാണെന്ന് കരുതി. സുഖമില്ലാത്തവർ തന്നെ ഇവിടെ കിടക്കുന്നത്. ഞാൻ കരുതി മോനോട്ടിന് മാത്രമേ അസുഖമുള്ളെന്ന്. നാരായണി അധികം വിളച്ചിലെടുക്കണ്ട. ഞാനല്ല ഇപ്പഴധികം വിളച്ചിലെടുക്കണത്, ഗീതക്കുഞ്ഞ് തന്നെയാ. ഒന്നുമില്ലെങ്കിൽ അമ്മയില്ലാത്ത കുട്ടിയല്ലേ, ഡോക്ടറാണെന്ന് കരുതി ഇത്രയ്ക്ക് തോന്നിയാസം വേണോ? അച്ഛനിങ്ങ് വരട്ടെ, എന്റെ മൂക്ക് ചെത്തും. ഞാൻ ഇറങ്ങാം. ഡ്യൂട്ടി കഴിഞ്ഞ് വരണം. നാരായണി പൊയ്ക്കുള്ളൂ, ഞാൻ പോയേക്കാം. ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോ തുടങ്ങി കുടിയിലുള്ള ഒരു ഒറ്റ കരച്ചില്. ക്യാൻസർ എന്ന് കേട്ടാൽ മതി ഓരോരുത്തർ പേടിപ്പിക്കാൻ തുടങ്ങും. ആരംഭത്തിലെ ചികിത്സ യാതൊരു കുഴപ്പമില്ല. ബ്ലഡ് ക്യാൻസർ ആണെങ്കിൽ കണ്ടുപിടിച്ചിട്ടും കാര്യമില്ല, മരിച്ചു തന്നെയാണെന്നാ പറയണേ. ചന്തു, അപകടം പോയോ? പോയി. എന്നാന്നറിയില്ല എന്റെ കയ്യിൽ നിന്ന് കിട്ടുക. അയ്യോ, വഴക്കിനൊന്നും പോവല്ലേ? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ? നാരായണി വീട്ടിലെ വേലക്കാരി തന്നെയല്ലേ? എന്താ ചന്ദ്രന് സംശയം തോന്നിയില്ലേ? ശരിയാ, അവര് അമ്മ മരിക്കണമെന്ന് നോക്കി നിൽക്കായിരുന്നു. ഞാനും മോനോട്ടിന് ആ വലിയ വീടിന്റെ എവിടെയെങ്കിലും ഉണ്ടോന്ന് ആ സ്ത്രീ ഓർക്കാറില്ല. പച്ചപ്പകല് അച്ഛനുമായി ഒരു 100 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും അറിയാത്ത മോനോട്ടൻ കണ്ടു പേടിച്ച് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. മാല എന്നും അമ്മയുടെ ഫോട്ടോയിൽ ചേർത്താറുള്ളതാണ്. ഇന്ന് ആ സ്ത്രീ കാശ് വാങ്ങിയില്ല, ഭാര്യയ്ക്കല്ലേ എന്ന്.
സ്വപ്നം കണ്ടതാവും. ചേച്ചി ഇതാരാ? മോനോട്ടന്റെ അങ്കിളാ. അങ്കിളോ? ആ അങ്കിൾ. നല്ല അങ്കിളാ. അന്ന് ഞാൻ കണ്ടില്ല ഫോട്ടോ. ഡാഡി വരുമ്പോ പറയരുത് കേട്ടോ. ഇല്ല, ലഡു വാങ്ങി തന്നാ മതി. എന്റെ മോൻ ദുബായിൽ നിന്ന് വടത്ത്. നിങ്ങളുടെ മോനോ? ആ എന്റെ മോൻ ലൂക്കോസേ. അപ്പൊ എന്താ? അത് നീ അവനോട് ചോദിച്ചത്. ഞാൻ ചോദിക്കും. നീ ചോദിച്ചോ? ഞാൻ ചോദിക്കും. ചോദിക്കാനേ. എടോ, താൻ എന്റെ പെങ്ങളെ നോക്കി എന്താണോ കാണിച്ചത്? കേട്ടില്ലേ? എന്താണ് കാണിച്ചതെന്ന്? ഞങ്ങള് തമ്മില് ഒരുപാട് പ്രേമത്തിലാ. അതുകൊണ്ട് അനാവശ്യം കാണിക്കാമെന്നോ? ഞാൻ ആരാണെന്ന് അറിയാമോ? റൗഡി കുട്ടനാ. എടുത്ത് ഞാൻ മോന്റെ ഷേപ്പ് മാറ്റിക്കളെ. താനെന്റെ പെങ്ങളെ കല്യാണം കഴിക്കൂ? ഓ, കഴിച്ചോളാമേ. ഏറ്റോ? ഏറ്റു. ഇന്നു മുതൽ നമ്മൾ അളിയന്മാരാ. അളിയമ്മ 100 മില്ലി ചാരായം അടിച്ചിട്ട് വരാം. അതിരിക്കട്ടെ. അളിയനിപ്പോ എന്തിനാ വന്നേ? അത് പറ. ഞാൻ അങ്കിളിനെ വിളിക്കാൻ വന്നതാ. വെള്ളിയാഴ്ചന്റെ ബർത്ത്ഡേ ആണ്. അങ്കിള് വരണം. അങ്കിളോ? ഓ അല്ല, അളിയൻ. ഇവിടെ എന്തോരം പാട്ട് സാധനങ്ങളാ. അതെ, എന്റെ അച്ഛൻ ഓരോ ബർത്ത്ഡേക്കും ഓരോ ഇൻസ്ട്രുമെന്റ് സമ്മാനം തന്നതാ. അതെയോ? ആ, കുട്ടന്റെ എത്രാമത്തെ ബർത്ത്ഡേ? എന്റെ 9ാമത്തെ. 9. ആ, എന്റെ അച്ഛൻ 9ാമത്തെ പിറന്നാളിന് എനിക്കെന്ന പ്രസന്റേഷന്. ഇത് കുട്ടനിരിക്കട്ടെ. ആ, സ്കൂളിലാത്തപ്പോഴൊക്കെ ഇങ്ങോട്ട് വാ, ഞാൻ പഠിപ്പിച്ചു തരാം. ചേച്ചി പഠിപ്പിച്ചാ മതി. എന്നെ ചേച്ചി പഠിപ്പിച്ചോളൂ. പിന്നെ ഈ ലഡു ചേച്ചിക്ക് കൊടുത്തേ. ബൈ. ശരിയാണോടാ പറഞ്ഞത് ഇതിന് കൊണ്ടുപോകാൻ? ഇത് എന്റെ പട്ടിണി തോത്തുമോ? ഈ നശിച്ച് എങ്ങനെ ഇവിടെ കൊണ്ടുപോകാൻ പറഞ്ഞത്? അല്ല, മോൻ ഈ സംഗീതപ്പെട്ടി കൊണ്ടുപോവാ? എനിക്ക് ചന്ദ്രൻ ചേട്ടൻ ബർത്ത്ഡേക്ക് സമ്മാനം തന്നതാ. ഓ, ശല്യം തീർന്നു.
ഇതെവിടുന്നാ മോനോട്ട? ചന്ദ്രേട്ടൻ എന്റെ ബർത്ത്ഡേക്ക് തന്ന പ്രസന്റേഷനാ. ഡാഡി അറിയണ്ട. പിന്നെ ചന്ദ്രേട്ടൻ ചേച്ചിക്ക് തരാൻ ഒന്നും തന്നയച്ചിട്ടുണ്ട്. എന്താ? ഇന്ന് ഇത്ര മതി. ഇനി നാളെ കാലത്ത് വരണേ. ആ വരുമ്പോ ചേച്ചിയെ വിളിക്കാൻ മറക്കല്ലേ. ആ ചേച്ചി വാ ചേച്ചി, ചേച്ചിക്ക് ആശുപത്രി പോണ്ടേ? ഞാൻ വരുന്നില്ല. വാ ചേച്ചി, ഡാഡി ചീത്ത പറയും. അതെ ചേച്ചി അത്ര എളുപ്പം വരൂല. ചേച്ചിക്ക് ലഡു വേണ്ടി വരും. ലഡു വേണോ? ആ ഉം? ആ ഉം? ആ ആ. ഉം. ചേച്ചിക്കും വേണം. ഏ? ആ അവിടെ എന്താ ഇത്? മോനോട്ടം കാണും.